ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ പോകുന്ന വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കാർന്നോറ മോൻ, അതായത് അമ്മീൻ്റെ ബർത്ത്ഡേ ഉണ്ട് എന്നുള്ളത്, വരാൻ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നത് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ബർത്ത്ഡേൻ്റെ ദിവസം രാവിലെ തന്നെ നമ്മളിപ്പോൾ തലശ്ശേരിയിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം രാത്രിയാണ് ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെ. ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നടത്തുന്നതൊന്നുമല്ല കേട്ടോ, ചെറിയ രീതിക്ക് നമ്മൾ അവൻ്റെ ഉപ്പാൻ്റെ വീട്ടുകാരും ഉമ്മാൻ്റെ വീട്ടുകാരും മാത്രമുള്ളൊരു കുഞ്ഞു പരിപാടിയാണ് കേട്ടോ. പക്ഷെ നമ്മളെല്ലാവരും കൂടി ആകുമ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ട് താനും. പിന്നെന്താണ്, അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് എന്തേലും അമീന് ഡ്രസ്സ് വാങ്ങിക്കണം, അതുപോലെ തന്നെ ടോയ്സ് വാങ്ങിക്കണം. അപ്പോൾ ടോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ടോയ്സ് അല്ല കേട്ടോ, കുട്ടികളുടെ കാറ്, അതുപോലെ തന്നെ സൈക്കിള്, ബൈക്ക് ടൈപ്പ്, അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഓടിക്കാൻ പറ്റുന്ന വണ്ടികൾ വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 ടൈപ്പ് വണ്ടികൾ വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഷോപ്പിൽ നിന്ന് എല്ലാം കൂടി കിട്ടിയിട്ടില്ലേനു. അപ്പോൾ 3 ഷോപ്പിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് എല്ലാം കൂടി അരിയത്തരിയത്തുള്ള ഷോപ്പായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ എല്ലാം കൂടി ഒരിടത്തു നിന്ന് കൊടുക്കുമ്പോൾ ഏതാണ്ട് ഒരേപോലത്തെ വണ്ടികൾ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ 3 ടൈപ്പ് 3 കളേഴ്സായിട്ട് അങ്ങനെ വാങ്ങിച്ചേട്ടാ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടി ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടില്ലേനു. അപ്പോൾ നമ്മളൊരു കാറ് വാങ്ങിച്ച്, അതുപോലെ തന്നെ ഒരു സൈക്കിൾ ടൈപ്പ് അങ്ങനെയുള്ള സൈക്കിളല്ല എന്നാലും ഏതാണ്ട് ആ ഒരു സ്കൂട്ടർ ടൈപ്പ് വരുന്ന വണ്ടിയിലല്ലോ, അങ്ങനത്തെ ഒന്ന് വാങ്ങിച്ച്. പിന്നെ നേരത്തെ കണ്ടിട്ടില്ല ആ ഒരു നീളമുള്ള ടൈപ്പ്, അങ്ങനത്തെ ഒന്ന് വാങ്ങിച്ച്. അപ്പോൾ ഇവിടെ പല വെറൈറ്റീസും ഉണ്ട്. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 3 കളേഴ്സിലും അങ്ങനെ നമുക്ക് ഇതുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരുപോലെ കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ. കൂടുതലായിട്ട് ഞാൻ പിന്നെ ഷോപ്പിൽ നിന്നൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഉണ്ടാവല്ലോ, അപ്പോൾ ആർക്കെങ്കിലും പ്രശ്നമാവണ്ട എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കലും നമ്മുടെ ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ലീവ്സ് കളിച്ചുകൊണ്ട് നിൽക്കുന്നതിനും തോന്നുന്നുണ്ട്, ഐറ്റംസൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് അവളുടെ ഇല്ലേനു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ലീവ്സിനെ ടൗണിൽ പോകുമ്പോൾ കൂട്ടിയിട്ടില്ല കേട്ടോ. കാരണം നിങ്ങൾക്കറിയാലോ ഇപ്പം കോവിഡും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ കുട്ടികളെ അത്രയ്ക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് സേഫ് അല്ലല്ലോ. അപ്പോൾ ഞാൻ പൊതുവേ അങ്ങനെ കൂട്ടാറില്ല. ഇവിടെ എന്തെങ്കിലും പോകുന്ന ആ സമയം ഉണ്ടെങ്കിൽ വീട്ടിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ പോവാറുള്ളത്. അപ്പോൾ ഞാനിവിടെ വരുന്ന സമയത്ത് ഓളിവിടെ ഇല്ലേനു, അമ്മായിൻ്റെ വീട്ടിൽ അപ്പുറത്തേനുള്ളത് കേട്ടോ, കാർന്നോറ വീട്ടിൽ. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തി. നല്ല വിശപ്പുണ്ടേനു. ഉമ്മ നല്ല അടിപൊളി ചിക്കൻ കറിയും ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യണം. എന്നിട്ട് പണിയാകുമ്പോഴേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇനി എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ ലീവ്സ് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ അവൾ വീട്ടിലേക്ക് കാർന്നോറ വീട്ടിൽ, മുറ്റത്ത് തന്നെ ഉള്ള കാർന്നോറ വീട്ടിൽ തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഇതാ അവൾ വന്ന സമയത്ത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം അവൾക്ക് സന്തോഷം കൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. അവൾ വിചാരിക്കുന്ന ഓൾക്കുള്ളതാണോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. തൊട്ട് വെക്കുന്നുണ്ട്, ഹോണി നിൽക്കുന്നുണ്ട്, ലൈറ്റ് നിൽക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ കളിയും കളിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് വട്ടം ചുറ്റി നോക്കുന്നുണ്ട് എന്താ ഈ സംഭവം എന്നുള്ളത്, അവൾക്കാണോ ഉള്ളത് ആയിരിക്കാന്നുള്ളതൊന്നും ശരിക്കും അവൾക്ക് മനസ്സിലാവും. അത്രയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ വണ്ടി കണ്ടിട്ട്. സംഭവം അവൾക്ക് എന്താണെന്നുള്ളത് ആ വണ്ടിയിലൊന്ന് കയറിയിരിക്കണം, അത്രയും ഓളെ പ്രശ്നമാണ്. പക്ഷെ അത് ഓള് പറയൂല കേട്ടോ. പറയാണ്ട് നമുക്ക് ഓളെ മുഖത്തുനിന്ന് മനസ്സിലാവും എന്നാ അവൾക്ക് വേണ്ടതെന്നുള്ളത്. അങ്ങനെ ലാസ്റ്റ് വണ്ടിയൊക്കെ പാക്കിംഗ് ഒക്കെ അയച്ചതിന് ശേഷം അതിൽ കയറ്റി ഇരുത്തി കേട്ടോ. അന്നേരം ആൾ ഭയങ്കര ഹാപ്പിയേനു. അപ്പോൾ നിങ്ങൾ വരുന്നത് 3 വണ്ടിയെന്ന് പറഞ്ഞിട്ട് ഒന്ന് എവിടെയെന്നുള്ളത് ഒന്നുണ്ട് കേട്ടോ. അത് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. കാരണം ഒരു ഉപ്പയത്ത് അവിടെ താമസിക്കുന്നുണ്ട് പിണറായിൽ. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് തന്നെ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മുടെ ചോറ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്തിട്ട് ഏതാണ്ട് പകുതിയൊക്കെ ആയ സമയത്താണ് കേട്ടോ വീഡിയോ ഓൺ ചെയ്തിട്ടുള്ളതേനു. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് കാണിക്കാൻ പറ്റിയിട്ടില്ല, സോറി.
അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട്, അതുപോലെ തന്നെ മുറ്റത്ത് തന്നെയുള്ള കാരണമുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് വീട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടി 2 ട്രിപ്പായിട്ടാണ് കേട്ടോ. ഓട്ടോയിലേക്ക് പോകേണ്ട ദൂരേ ഉള്ളൂ. ഇവിടുന്ന് ഒരു സ്റ്റോപ്പ് അപ്പുറം മെയിൻ പിണറായി ടൗണിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ കാർണോറ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മീൻ്റെ വീടാണ് ഇത്. അപ്പോൾ ഈ ഒരു വീടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളായിട്ടൊന്ന് പറയാനുണ്ട്. അപ്പോൾ ഇതെൻ്റെ തറവാടാണ് കേട്ടോ. ഞാൻ ജനിച്ച് വളർന്ന് പിച്ച വെച്ച് നടന്ന മണ്ണ് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു വീടാണ് കേട്ടോ ഇത്. അതിനെ ചെറിയ രീതിക്കൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തതാണ്. പഴയ തറവാടിനെ മുന്നൊക്കെ ഫ്രണ്ട് ഭാഗമൊക്കെ മാറ്റി, അതുപോലെ തന്നെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് എടുത്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിപ്പം കൊടുത്തിട്ടുള്ളത് എൻ്റെ മൂത്ത കാരണവർക്ക്, അതായത് ഉമ്മാൻ്റെ മൂത്ത ആങ്ങൾക്കാണ് ഈ വീട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അവർ മൊത്തത്തിൽ മാറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീട്. ഇപ്പോൾ 5-8 മാസമായിട്ടേ ഉള്ളൂ വീട്ടിൽ കൂടിയിട്ട്. മേക്ക് ഓവർ ചെയ്തതിന് ശേഷം വീട്ടിൽ കൂടുതലൊക്കെ കഴിഞ്ഞ് ഞാൻ UAE സമയത്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറി. ഇവിടെ ഇത് ലിയൂസ് ഉപ്പ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ലിയൂസിന് വന്നപാട് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ പ്രശ്നമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായിൻ്റെ വീട്ടുകാരുണ്ട്. അപ്പോൾ വേറെ ഓൾക്കറിയാതെ കുറേ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഒരു പ്രശ്നമാണ്, പിന്നെ അങ്ങ് ഓക്കെ ആയിക്കോളും. അങ്ങനെ ഇതാ നമ്മുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് കേട്ടോ കാർണോറ ഭാര്യ, അതായത് എൻ്റെ അമ്മായി, അമ്മീൻ്റെ ഉമ്മ. അപ്പോൾ അമ്മായി വന്ന ഉടനെ തന്നെ നല്ല കിഡിനും പോലത്തെ സേമിയ പായസമൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മധുരത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇത് ഐഷ നഷ്വ എന്നാണ് ഇവളുടെ പേര്. ഇതെൻ്റെ 2ാമത്തെ കാർണോറ മോളാണ്. അപ്പോൾ ഇത് നമ്മുടെ പായസം കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് കിച്ചണിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ടീംസ് എല്ലാവരും കൂടിയിട്ട് ബലൂൺസും നമ്മുടെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അമ്മായിൻ്റെ വീട്ടിലെ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ കാർണോറ് ഇളയമ്മാൻ്റെ മക്കളുണ്ട്, അമ്മായിൻ്റെ ഏട്ടത്തി അനിയത്തിമാരുടെ മക്കളുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മായിൻ്റെ വീട്ടുകാരെയൊന്നും ആരെയും കാണിക്കുന്നില്ല കേട്ടോ. അവർക്കൊന്നും പിന്നെ മുഖം കാണിക്കാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് അവരൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ലിയൂസ് ഇതെല്ലാം കൂടി നോക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്തടുത്ത് വരുന്നുണ്ട് കേട്ടോ എല്ലാവരുമായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അമീനെ നിങ്ങൾ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ മോൻ ഇന്ന് 1 വയസ്സായിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവനും ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മുടെ മഗ്‌രിബ് നിസ്കാരം എല്ലാവരുടെയും കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയതിനു ശേഷം നമ്മൾ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടോ. ചെറിയ രീതിക്കുള്ള ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ബലൂണൊക്കെ ഒന്ന് വീർപ്പിച്ച് ഒന്ന് സെറ്റാക്കണം. നല്ല ഭംഗിയല്ലേ ബർത്ത്ഡേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. അങ്ങനെ മാഷാഅല്ലാഹ് നമ്മുടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു ബർത്ത്ഡേ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കാര്യങ്ങളാണ്. ഫുഡ് ഓൾറെഡി ഉമ്മാമാൻ്റെ സ്പെഷ്യൽ നല്ല ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഷവർമയുണ്ട്. കാരണം എല്ലാവരുടെ കുട്ടികളും ഉണ്ടല്ലോ, അതുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം ഷവർമ. അവർക്ക് ബിരിയാണിനൊക്കെയാണ് ഷവർമ പോലത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമുണ്ടാകുക. അതുകൊണ്ട് അമ്മായി ഷവർമ ആക്കുന്നുണ്ട്. അപ്പോൾ അമ്മായി ഓൾറെഡി മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മയോണൈസ് അടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കണം കേട്ടോ. ഇതേ മെയിനായിട്ടുള്ള പരിപാടിയുള്ളൂ. പിന്നെ വേറെ എന്താണ്, ഇനി ഫ്രൂട്ട്സ് കട്ടിങ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ പരിപാടിയുള്ളൂ. ബാക്കിയൊക്കെ ഓൾറെഡി സെറ്റായതാണ്.
ഇനി നമുക്ക് എന്തെങ്കിലും പരിപാടിക്ക് മെയിനായിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുക, വീഡിയോസ് എടുക്കുക. അപ്പോൾ ഇത് രണ്ടാമത്തെ കാരണവരും മക്കളുമാണ് കേട്ടോ. മാഷാ അല്ലാ, അവരുടെ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ എന്തെങ്കിലും പരിപാടിക്ക് ഇതൊക്കെയാണല്ലോ ഒരു സന്തോഷം. അപ്പോൾ ഇതാ നമ്മുടെ ഉമ്മാമ്മൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയൊക്കെ ദമ്മ് പൊട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് കേക്ക് കട്ടിങ്ങിന് ശേഷം എല്ലാം സെർവ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ കുറച്ച് ഷവർമയൊക്കെ നമ്മളിവിടെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലഡു സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മധുരം കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ഇനി അടുത്തത് മെയിനായിട്ടുള്ള പരിപാടി എന്താണ്, നമുക്ക് അമീൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണ്ടേ. ബർത്ത്ഡേ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അമീൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. സാധാരണ ഇടയ്ക്ക് ഭയങ്കര ആളെയൊക്കെ കാണുമ്പോൾ ഒരു കാറ്റ്സിലാണ്, പക്ഷെ ഇന്ന് അവൻ്റെ ദിവസമാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും മാഷാ അല്ലാ നല്ല ഹാപ്പിയാണ്. അങ്ങനെ എൻ്റെ കാരണവന്മാരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് കട്ടിങ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അമീൻ്റെ ഉമ്മാൻ്റെ വീട്ടുകാർ മൊത്തത്തിൽ, അതുപോലെ തന്നെ ഉപ്പാൻ്റെ വീട്ടുകാർ മൊത്തത്തിൽ, വേറെ ആരുമില്ല. അപ്പോൾ അവർ കുട്ടികളും മക്കളും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഒരുപാടുള്ള ആൾക്കാരുള്ള പോലെ തോന്നുന്നത്. പിന്നെ വേറെ എന്താണ്, ഇപ്പോൾ ഇനി നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി അമീനെ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, നമ്മളുടെ ഒരു സുന്ദര കുട്ടപ്പനാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അമീന് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സ്. മാഷാ അല്ലാ നല്ല അടിപൊളി കോട്ടൺ സൂട്ട് ചെയ്യുന്നത്, നല്ലൊരു കളർ തന്നെ കേട്ടോ, നല്ല മുഞ്ചുണ്ടായിരുന്നു ഇട്ടെടുത്ത സമയത്ത്. അപ്പോൾ ഇത് അമീനെ ഡ്രസ്സ് മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളെന്താ പറയുക ഇരുത്തിയെടുത്തിരിക്കാത്ത ഒരു സമയമല്ല. അപ്പോൾ അവന് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എന്നെല്ലാം ഭയങ്കര ഇളക്കേനും കേട്ടോ. അവനക്ക് എവിടെയല്ലോ ഇറങ്ങി പോകേണ്ട ഒരു ഇതായിരുന്നു. അങ്ങനെ നമ്മുടെ അമീന് റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാ നല്ല മൊഞ്ചൻ പുതിയാപ്പിളി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരുടെ വിഷസും അനുഗ്രഹങ്ങളും പൊരുത്തങ്ങളും ഒക്കെ എല്ലാവരും കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് കേക്ക് കട്ടിങ്. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ആ പ്രശ്നമൊന്നും ഇല്ലേനും മാഷാ അല്ലാ. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ തന്നെ അവൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് കഴിഞ്ഞാൽ അഥവാ ഇളക്കം വന്നതിനൊക്കെ പിന്നെ വീഡിയോസൊന്നും എടുക്കാനുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ഇനി അടുത്തത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവന് കത്തി വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കലേനു കേട്ടോ. അവൻ മുറിക്കുക, അവന് കത്തി വേണം പോലും, അതിന് വേണ്ടിയിട്ടാണ് അവനിങ്ങനെ കളിക്കുന്നത്. അപ്പോൾ ഇതാ 3 കേക്ക് വാങ്ങിയിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ നമ്മൾ 2 നമ്മൾ ഉപ്പാൻ്റെ വീട്ടുകാരും കൊണ്ടുവന്നിട്ടുണ്ട്, 1 ഉമ്മാൻ്റെ വീട്ടുകാരും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് മുറിക്കുമ്പോൾ ഒരാൾക്ക് വിഷമം വേണ്ട എന്നുള്ള രീതിയിലെല്ലാം കൂടി മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും മാഷാ അല്ലാ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങാണ് കേട്ടോ. അത് കുട്ടികൾക്കൊരു സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ എടുത്തെടുത്ത് കൊടുക്കുന്നതേ ഉള്ളൂ.
അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ഇത് കാലിഗ്രഫി. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഇത് ജുമാന കേട്ടോ. ഇവൾ അമ്മായിയുടെ ഏട്ടത്തിൻ്റെ മോളാണ്. അപ്പോൾ ഇവൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. മാഷാഅല്ലാഹ് അടിപൊളിയായിട്ടുണ്ടേനു. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും മാഷാഅല്ലാഹ് നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ചടങ്ങെന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കുട്ടികളുടെ സന്തോഷമല്ലേ. അപ്പോൾ ഇതാ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും മാറി മാറി ഇരുന്ന് നോക്കുക ആക്കുക. ഇതന്നെ മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ ഇത് ആങ്ങളുടെയും പെങ്ങളുടെയും സ്നേഹപ്രകടനമാണ് കേട്ടോ അടുത്ത് നടക്കുന്നത്. മീനും ഐഷും കൂടിയിട്ട് അങ്ങനെ കേക്കൊക്കെ മൊത്തത്തിലായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളുടെ കളിയിലായിപ്പോയി ശ്രദ്ധ മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലിയൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം അവളെ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഭക്ഷണമൊക്കെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ആണുങ്ങളൊക്കെ ഭക്ഷണത്തിന് ഇരിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഷവർമയും ബീഫ് ബിരിയാണിയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോ കഴിയാറായി കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആണുങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് പെണ്ണുങ്ങളിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങളെന്ന് പറയുന്നത് മെയിനായിട്ട്. പിന്നെ വേറെ എന്താണ്, സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ഉള്ള പോലെ തന്നെ ഭക്ഷണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ കേക്ക് ബാക്കിയുണ്ടെങ്കിൽ കേക്ക് എടുത്ത് തിന്നുക. പിന്നെന്താണ് ക്ലീനിങ് കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ മെയിനായിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 11:30-12:00 ആയിട്ടുണ്ട് ആ സമയമാകുമ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുവരെ കുറേ തള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കഥ പറഞ്ഞിരിക്കൽ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഏതാണ്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഇതെല്ലാം ഒരു രസമല്ല, എത്ര ഉറക്കം കഴിഞ്ഞിട്ട് കഥ പറഞ്ഞിരിക്കാനും ഒരു പ്രത്യേക രസം തന്നെയാണ്. പിന്നെന്താണ് ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയാണുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്